നമസ്കാരം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല രണ്ടാം തവണ പിണറായി അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമായിരുന്നു. അതിശക്തനായ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. നിർഭാഗ്യവശാൽ കോവിഡ് കാലത്തെ ലോകമെമ്പാടുമുള്ള ഒരു തരംഗത്തിൻ്റെ തുടർച്ചയായി പിണറായി വീണ്ടും അധികാരത്തിലെത്തി. അതോടെ പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെടുന്നു. പുതിയ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം രണ്ടാം തവണ നഷ്ടപ്പെട്ടെങ്കിലും പുതിയ സർക്കാർ ഉണ്ടാക്കുമ്പോൾ മുഖ്യമന്ത്രി താനായിരിക്കും എന്ന് രമേശ് ചെന്നിത്തല ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതിനുള്ള രാഷ്ട്രീയ സീനിയോറിറ്റിയും ഭരണപരിചയവുമൊക്കെ ചെന്നിത്തലയ്ക്കുണ്ടായിരുന്നു താനും. പക്ഷേ പൊതുജന പിന്തുണയുടെ പിൻബലത്തിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുന്നു. രമേശ് ചെന്നിത്തല രണ്ടാമനായി ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരിക്കുന്നു. ആ കസേരയിൽ കയറി ഇരുന്ന പിറ്റേ ദിവസം മുതൽ രമേശ് ചെന്നിത്തല ഈ നാടിനു വേണ്ട ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. പിണറായി സർക്കാരിൻ്റെ കാലത്തെ വൃത്തികേടുകൾ പലതും അന്വേഷണ വിധേയമാക്കി നടപടിയെടുപ്പിക്കുന്നു. രക്ഷാപ്രവർത്തനം മുതൽ കാഫിർ സ്ക്രീൻഷോട്ട് വരെയുള്ള പിണറായിസ്റ്റ് ഭീകരതയ്ക്ക് പരിഹാരമുണ്ടാക്കി കൊടുത്തു. ഭരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പേരിട്ടുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടം രമേശ് ചെന്നിത്തല ആരംഭിച്ചു. ഇത്തരം പോരാട്ടങ്ങൾ കേരളത്തിൽ ഇതിനു മുൻപ് എല്ലാ സർക്കാരുകളും നടത്താറുണ്ടെങ്കിലും അതൊക്കെ അവരുടെ വിദ്യാർത്ഥി സംഘടനകൾക്കും യുവജന സംഘടനകൾക്കും പണമെത്തിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്നതിനപ്പുറം യാതൊരുവിധ ആത്മാർത്ഥതയോടും നടപ്പിലാക്കുന്നതല്ല. കേരളത്തിൽ ലഹരി മാഫിയ അഴിഞ്ഞാടാൻ തുടങ്ങിയത് കഴിഞ്ഞ 3-4 വർഷത്തിനിടയിലാണ്. പിണറായിസ്റ്റ് ഭീകരന്മാരുടെ പിന്തുണയിൽ മറ്റൊരു ഭരണവും ഇനി ഉണ്ടാവില്ല എന്ന് കരുതി ഡിവൈഎഫ്ഐക്കാരും SFIക്കാരുമൊക്കെ ലഹരിയുടെ മൊത്തക്കച്ചവടക്കാരായി മാറി. ലഹരി മാഫിയയ്ക്ക് ഏറ്റവും വലുത് ഒരു കൃത്യമായ വിതരണ ശൃംഖലയാണ്. ലഹരി മാഫിയയുടെ വിതരണ ശൃംഖലയായി SFIയും DYFIയും മാറിയതോടെ സംസ്ഥാനത്തെ സ്കൂൾ പരിസരം മുതൽ കാമ്പസുകളിലും എന്തിനേറെ ചെറിയ സ്ഥലങ്ങളിൽ പോലും ലഹരി എത്തി. ലഹരിക്കടിമയായ കുട്ടികൾ പലരും ജീവനൊടുക്കി. അനേകം പെൺകുട്ടികൾ ലഹരി മാഫിയ സംഘത്തിൻ്റെ കാരിയർമാരായി ജീവിതം നഷ്ടപ്പെടുത്തി. DYFI SFIക്കാരുടെ പിന്തുണയിൽ ലഹരിക്കാരെ നേരിടാൻ പോലീസിന് കഴിയാതെ വന്നു. ലഹരിക്കെതിരെ വേട്ടയ്ക്കിറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ സസ്പെൻഷനോ സ്ഥലം മാറ്റമോ മർദ്ദനമോ കിട്ടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ പോലീസ് ആ വേട്ട അവസാനിപ്പിച്ച് പിന്മാറി. അതുകൊണ്ട് കേരളം പഞ്ചാബിനെ കടത്തിവെട്ടി രാജ്യത്തെ ലഹരി തലസ്ഥാനമായി ഞൊടിയിടയിൽ മാറിയെന്ന് കേന്ദ്ര ഇൻ്റലിജൻസ് പോലും റിപ്പോർട്ട് ചെയ്തു. ജഡ്ജിമാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ മക്കൾ ലഹരിക്കടിമയായതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നു. സ്വാഭാവികമായും സിനിമാ മേഖല രാസലഹരിയുടെ ഇടത്താവളമായി മാറി. നടീനടന്മാരും സംവിധായകരും ഒക്കെ ഇടതുപക്ഷം തിരിച്ചു വന്നില്ലെങ്കിൽ ശ്വാസം കിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം ഈ ലഹരി സാന്നിധ്യം തുടരണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. ഈ ഭീകരത കൃത്യമായി തിരിച്ചറിഞ്ഞായിരുന്നു രമേശ് ചെന്നിത്തല ഒരു കൊടുങ്കാറ്റ് പോലെ ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയത്. തൂഫാൻ എന്ന അറബി പദമാണ് വേറൊരു സ്പെല്ലിങ്ങോടുകൂടി പിന്നീട് ഇംഗ്ലീഷ് പദമായി മാറുന്നത്. കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് എന്നൊക്കെ വേണമെങ്കിൽ ഈ തൂഫാനെ വിശേഷിപ്പിക്കാം. അത്തരത്തിൽ ആത്മാർത്ഥമായ ഒരു ഇടപെടലാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ വിഷയത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഷാജൻ വീഡിയോ ചെയ്യാത്തത് എന്ന് ചോദിച്ച് എനിക്ക് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കരൻ അയച്ച സന്ദേശമാണ്. ഷാജ, ഈ നമ്മുടെ ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം നടത്തുന്ന ഒരു നല്ലൊരു പദ്ധതിയുണ്ട്, ഓപ്പറേഷൻ തൂഫാൻ. ഈ ഓപ്പറേഷൻ തൂഫാൻ കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങളൊക്കെ ഇരിക്കുന്ന കോളേജുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഗവൺമെന്റ് ഓരോ വർഷവും മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ഓരോ പ്രോഗ്രാമുകൾ കൊണ്ടുവരും. കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനവും കഴിഞ്ഞ 10 വർഷത്തിൽ ഒരു ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല. വലിയ തോതിൽ മദ്യം മയക്കുമരുന്നൊക്കെ കച്ചവടങ്ങൾ നടക്കുന്നു. ഇപ്പം കൊയിലാണ്ടിയിലൊക്കെ ഒരു വർഷം മുമ്പ് സ്റ്റേഡിയത്തിന്റെ അവിടെ ഒരാൾ മരിച്ചു കിടന്നു. ഇഞ്ചക്ഷനും സിറിഞ്ചും സൂചിയൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ അറിയാവുന്നതൊക്കെയാണ് ഞങ്ങൾക്കൊക്കെ. എന്താണ് അതിന്റെയൊക്കെ പിന്നിൽ നടക്കുന്നതെന്ന് അറിയാം കൊയിലാണ്ടിയിലൊക്കെ. അപ്പം ഞാൻ ശ്രദ്ധിച്ചത് ഈ ചെന്നിത്തലയുടെ ഈ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി ഒരു നല്ലൊരു വിജയമുള്ളതായിട്ട് കാണുന്നുണ്ട്. ധാരാളം മയക്കുമരുന്ന് പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഴ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി ഉണ്ടല്ലോ, നഷാമുക്ത ഭാരത് എന്ന് പറഞ്ഞാൽ, ഈ നഷാമുക്ത ഭാരതമായിട്ട് ഇതിനെ ലിങ്ക് ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായങ്ങൾ, സംസ്ഥാനത്ത് ഒതുങ്ങി നിൽക്കാത്ത കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ സഹായത്തോടുകൂടി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു ആത്മാർത്ഥത കാണുന്നുണ്ട്. അതിന്റെ ഒരു വിജയമാണ്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് തന്നെ
വൻതോതിൽ നിയന്ത്രണം, അതായത് ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ താഴെ തട്ടില് സാധാരണക്കാരായ ആളുകൾ പല കേന്ദ്രങ്ങളിലൊക്കെ ഈ കഞ്ചാവും മയക്കുമരുന്നും MDMA ഒക്കെ ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളിലൊക്കെ ഇരുന്നുള്ള ആളുകളുടെ എണ്ണമൊക്കെ ഇപ്പൊ കുറവായിട്ട് കാണുന്നുണ്ട്. പല സ്ഥലങ്ങളിലൂടെയൊക്കെ പാലത്തിന്റെ അടിയിൽ തിരക്ക് കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ വീണ് കിടക്കുന്നതൊക്കെ കണ്ടു. ഇപ്പൊ അങ്ങനെയുള്ള അതിനൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ട് ലെവലിൽ കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ പദ്ധതികളും ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്, ഈ ആന്റി ഡ്രഗ് ക്യാമ്പയിനൊക്കെ നടത്തുന്നത്, പുതിയ പുതിയ നെറ്റ്വർക്കും ക്യാമ്പയിനും ഡെവലപ്പ് ചെയ്യാനും ഒരു ഫണ്ടിങ് സോഴ്സ് ഈ യുവജന വിദ്യാർത്ഥി സംഘടനകൾക്കൊക്കെ എത്തിപ്പെടാനും മറ്റുമൊക്കെ ആയിട്ടാണ് ഇതൊക്കെ ഉപയോഗിച്ചിരുന്നത്. എന്റെ അനുവാദം പോലും കൂടാതെ കോളേജ് ക്യാമ്പസിൽ SFI പരിപാടി നടത്തിയിട്ടുണ്ട്. പുറത്തുനിന്നുള്ള വാഹനത്തിൽ പുറത്തുനിന്നുള്ള ആളുകൾ വന്നിട്ട് അന്ന് തന്നെ അതിന്റെ ഈ വന്നിരുന്ന ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇവർക്കെതിരെ റിട്ടേൺ കംപ്ലൈന്റ് ഞാൻ കൊയിലാണ്ടി പോലീസിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ജീപ്പും മറ്റ് വണ്ടികളും പുറത്തുള്ള ആളുകളും മൈക്ക് സെറ്റും എല്ലാം കൊണ്ട് കോളേജ് ക്യാമ്പസിനുള്ളിൽ വെച്ചിട്ട് ആന്റി ഡ്രഗ് ക്യാമ്പയിനാണ് എന്ന് പറഞ്ഞിട്ട് ഈ വിദ്യാർത്ഥി സംഘടനകൾ വന്നിട്ട് പ്രോഗ്രാം നടത്തി. അതിനെതിരെ ആരോടും ചോദിക്കാതെ ഇപ്പം അവിടെ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്ന തർക്കങ്ങളുണ്ടാകും. പക്ഷെ അതിനെ തുടർന്നുണ്ടായ തർക്കവും വാഗ്വാദവും ഏകദേശം 1.5 മാസം നീണ്ടു നിൽക്കുന്ന ഒരു തുടരടിയായിട്ട് മാറുകയാണ് ഇത്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ പിന്നിലുള്ള സാമ്പത്തിക സോഴ്സാണ്. ഇതിന് രേഖാമൂലം കൊയിലാണ്ടി പോലീസിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. എന്റെ അനുവാദം കൂടാതെ കോളേജിൽ പുറത്തുനിന്നുള്ള വാഹനം കയറ്റിയിട്ട് വരുവാണ്. അന്ന് അവരതിന് തന്ന മറുപടി ഇതാണ്: സർക്കാരിന്റെ ഒരു മുൻകൂർ നിശ്ചയിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണിത്, അതുകൊണ്ട് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം കുട്ടികൾ നടത്തുന്നു എന്നുള്ളതാണ്. അതാണ് അവരുടെ നിലപാട്. ഏതായാലും ആ അനുവാദം കൂടാതെ വാഹനം കയറ്റുകയും മൈക്ക് സെറ്റ് വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് പ്രവർത്തനം നടത്തുകയും പിന്നെ ഈ ഇതിനെതിരെയുള്ള ക്യാമ്പയിൻ ആണെന്നാണ് അവർ പറയുന്നത്. എതിരെയല്ല, അനുകൂലത്തിലുള്ള ക്യാമ്പയിനാണ് നടന്നത്. ഇതെല്ലാം രേഖാമൂലമുള്ള കാര്യമാണ്. പരാതി കൊടുത്തിട്ട് ഈ ആന്റി ഡ്രഗ് ക്യാമ്പയിനുകളൊക്കെ പോയിക്കൊണ്ടിരുന്നത് പുതിയ സോഴ്സുകളും അതായത് പുതിയ മാർക്കറ്റിംഗ് ശൃംഖലകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും അതിന്റെ ഒരു മാറ്റം വന്നതായിട്ട് ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും അത് ഒരു വലിയൊരു കാരണം ഒരു നല്ല കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് അയച്ചത്. ഡോക്ടർ സുനിൽ ഭാസ്കരൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിന് ശരിയാണ്. കേരളത്തിൽ ഇതിനു മുൻപും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ വിദ്യാർത്ഥി സംഘടനകൾക്ക് പണമുണ്ടാക്കാനും പുതിയ ശൃംഖലകൾ തുറക്കാനുമുള്ള ഇടത്താവളം മാത്രമായിരുന്നു. ലഹരി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇവരൊക്കെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയിരുന്നത്. ഇതിന്റെ പേരിൽ പോരാട്ടം നടത്തുന്ന വ്യക്തി എന്ന നിലയിൽ ആ പ്രിൻസിപ്പിൾ മനസ്സിലാക്കുന്നു. തികഞ്ഞ ആത്മാർത്ഥതയോടെയാണ് ഈ പോരാട്ടം നടക്കുന്നതെന്ന് സാധാരണ മനുഷ്യരുടെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാൻ. ഗ്രാമങ്ങളിലടക്കം ഒട്ടുമിക്ക ഇടങ്ങളിലും ഇപ്പോൾ ലഹരി ലഭ്യമാണ്. ലഹരിയുടെ യാതനയും വേദനയും എല്ലാവരും അനുഭവിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് കിട്ടിയൊരു വീഡിയോ കണ്ടിട്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ തലയിൽ കൈവച്ചു പോയി. ആ കുട്ടികൾക്ക് പ്രായപൂർത്തിയായോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ് ആ വീഡിയോ പുറത്തുവിടാതിരുന്നത്. ഒരു സംഘം കുട്ടികൾ, ഒരുപക്ഷെ 18, 19, 20 ഒക്കെ വയസ്സ് വരെ ഉണ്ടായെന്ന് വരാം, അതിൽ താഴെയാണോ എന്ന് ഉറപ്പില്ല. ഒരു സംഘം കുട്ടികൾ ലഹരിക്കടിമയായി ഒരു നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്, പച്ചത്തെറി വിളിക്കുകയാണ്, നാട്ടുകാരുടെ മേൽ കൈവയ്ക്കുകയാണ്. പ്രകോപിതരായ നാട്ടുകാരിൽ ചിലർ കയറുകൊണ്ട് ഇവരെ പലരെയും കെട്ടി നിർത്തുന്ന കാഴ്ച. അവർ എന്നിട്ടും തെറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ലഹരി എത്ര ഭയാനകമാണ് എന്നതിൻ്റെ തെളിവായിരുന്നത്. സജിന ഫിറോസ് എന്ന ബിഗ് ബോസ് താരം കഴിഞ്ഞ ദിവസം മറുനാടന് കൊടുത്ത ഒരു വീഡിയോയിൽ പറഞ്ഞത്, അറിയപ്പെടുന്ന പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അവരുടെ വീട്ടിൽ വന്ന് ലഹരി കഴിക്കുന്നത് പതിവായിരുന്നു എന്നാണ്. സിനിമാ മേഖലയിലും സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിലും അടക്കം എല്ലായിടത്തും ലഹരി പിടിമുറുക്കുന്നു. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞത്, ആരെയും വെറുതെ വിടില്ല, സിനിമാ ഷൂട്ടിംഗ് സൈറ്റിലും കാരവാനിലും വരെ പരിശോധന നടത്തുമെന്നാണ്. കാരവൻ സിനിമാ ഷൂട്ടിംഗ് സൈറ്റിലെ ഒരു പ്രധാന ലഹരി കേന്ദ്രമായി മാറുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നടനായിരിക്കും അല്ലെങ്കിൽ നടിയായിരിക്കും അവിടെ ഇരിക്കുക. അവിടെ കയറി ലഹരി ഉപയോഗിക്കുന്നത് സെറ്റിലുള്ള എല്ലാവരും ഒരുമിച്ചാണ്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇങ്ങനെ പറഞ്ഞത്. ഒന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ, ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ബോട്ടിലാണെങ്കിലും ഇതുകൊണ്ട് പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5 സ്റ്റാർ ഹോട്ടലുകൾ ഇത് സെല്ല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്തുകൊണ്ട് അവിടെ പരിശോധിക്കും. ഇതിന് ആ ഓപ്പറേഷൻ തുഫാൻ ഇതൊന്നും ഒരു ബാരിയേഴ്സ് അല്ല, അതെല്ലാം ചെയ്യും. അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ ആവശ്യപ്പെട്ട് എല്ലാവരും ഇതിൽ നിന്ന് പിന്മാറണമെന്ന്. കാരണം നമ്മൾ
കേരള പോലീസ്, കേരള ഗവൺമെന്റ് ഇത്ര വലിയ ദൗത്യം ആരംഭിച്ചപ്പോൾ അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പിന്നീട് ഈ രണ്ടാമത്തെ ചോദ്യം ഒരു പ്രധാനപ്പെട്ടതാണ്. അതിനാണ് ഇന്നത്തെ മീറ്റിംഗ്. അതാണ് ഇന്നത്തെ മീറ്റിംഗിന്റെ ഗൗരവതരമായ ചർച്ച ഉണ്ടായത് ഇതിന്റെ സോഴ്സാണ്. ഇത് എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. ആകാശത്തൂടെയും കടലിലൂടെയും കരയിലൂടെയും ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സോഴ്സുകളെ സംബന്ധിച്ച് ഉള്ള ചർച്ചകൾ, ഞാൻ മുഴുവൻ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങൾ ഞാൻ വിശദമാക്കുന്നില്ല. പറയുന്നത് നമ്മുടെ ഈ ഓപ്പറേഷൻ ഗുണകരമല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ആ രണ്ടാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സോഴ്സ് കണ്ടെത്തുക, ലഹരി മാഫിയയുടെ വേരിറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സോഴ്സിനെ കണ്ടെത്താനുള്ള ശ്രമമാണ്. ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ മീറ്റിംഗ്. ഇനി ഇത് 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും എന്ന് വെച്ചാൽ ആരെയും സംരക്ഷിക്കില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു ഈ ആഭ്യന്തരമന്ത്രി. ഏതാണ്ട് 10 കോടിയിൽ ഏറെ വിലമതിക്കുന്ന ലഹരി വസ്തുക്കൾ 2 ആഴ്ച കൊണ്ട് പിടിച്ചെടുത്തു എന്നാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 2778 പേർ അറസ്റ്റിലാവുകയും 2575 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തെന്ന് പറയുമ്പോൾ നിസ്സാരമായി കാണേണ്ടതില്ല. കേരളത്തിൽ 2 ആഴ്ച കൊണ്ട് 2500-ലധികം ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായും ലഹരി മാഫിയ ഞെട്ടിവിറയ്ക്കും. സുഗമമായി കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്ന കാലത്തിന് വിരാമം കുറിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഈ ആഭ്യന്തരമന്ത്രി. അത് വലിയ പ്രതീക്ഷയാണ് ഈ സമൂഹത്തിന് നൽകുന്നത്. രമേശ് ചെന്നിത്തല തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഓർമ്മിക്കപ്പെടാൻ പോകുന്നത് കേരളത്തിലെ ലഹരി മാഫിയക്കെതിരെ സധൈര്യം നടത്തിയ ഈ പോരാട്ടത്തിൻ്റെ പേരിലായിരിക്കും. നമ്മുടെ നാട് ലഹരിക്ക് അടിമപ്പെടുന്നത് കൃത്യമായ തെളിവുകളോടെ കണ്ടെത്തിയിട്ടും നിശബ്ദരായിരിക്കാൻ വിധിക്കപ്പെട്ട പിണറായി കാലത്തെ പോലീസ് നീതിബോധത്തോടെ ഈ പോരാട്ടത്തിനിറങ്ങുമ്പോൾ യാതൊരുവിധ ഈഗോയും ഇല്ലാതെ മറ്റു വകുപ്പുകളുടെ പിന്തുണ മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ പോലും പിന്തുണ തേടി ഈ പോരാട്ടം തുടരാൻ ആഭ്യന്തരമന്ത്രി എടുത്ത തീരുമാനം ശ്രദ്ധേയമാണ്. ഏലത്തൂർ ട്രെയിൻ ആക്രമണത്തിലെ പ്രതിയെ മഹാരാഷ്ട്രയിൽ നിന്ന് പിടികൂടിയതിൻ്റെ ക്രെഡിറ്റ് മറ്റാരും ഏറ്റെടുക്കരുത് എന്ന വാശിയിൽ MR അജിത് കുമാർ നടത്തിയ നീക്കത്തിന്റെ ഭാഗമായി സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ P. വിജയൻ സസ്പെൻഡ് ചെയ്യപ്പെട്ട നാടാണ് കേരളമെന്ന് ഓർക്കണം. അവിടെയാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിനൊപ്പം ആരോഗ്യ വകുപ്പിനെയും വിജിലൻസ് വകുപ്പിനെയും എക്സൈസ് വകുപ്പിനെയും ഒക്കെ കൂട്ടിച്ചേർത്ത് ഈ പോരാട്ടം തുടരുന്നതും ഇപ്പോൾ ഇതര സംസ്ഥാനങ്ങളുമായി സഹകരിക്കുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി ഈ പോരാട്ടം മുമ്പോട്ട് കൊണ്ടുപോകുന്നതും. നാട് നന്നാവണം എന്നതാണ്, പേരെടുക്കണമെന്നോ പണമുണ്ടാക്കണമെന്നോ അല്ല രമേശ് ചെന്നിത്തലയുടെ ആഗ്രഹം എന്നതിന് ഇതിനേക്കാൾ വ്യക്തമായ മറ്റ് തെളിവുകളൊന്നും വേണ്ട. ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്.